ഹായ് ഗായ്സ്. ഇതെൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആയിരിക്കും. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്, അതായത് എല്ലാ ബോയ്സിനും ഒരു ആഗ്രഹം ഉണ്ടാവും. അതായത് ഇതൊക്കെ പൈസ കിട്ടി തുടങ്ങുമ്പോൾ ഒരു ബൈക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഒരു ടൂ വീലർ, അത് മോസ്റ്റ്ലി ബൈക്കായിരിക്കും. പക്ഷേ നിങ്ങൾ ബൈക്ക് വാങ്ങണമെന്ന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണണം. കാരണം ഈ വീഡിയോ നിങ്ങളുടെ ഭാവിയിലേക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. ഞാൻ ഈ വീഡിയോ കാണണമെന്ന് നിർബന്ധം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബൈക്ക് വാങ്ങുമ്പോൾ നിങ്ങളുടെ മന്ത്ലി സാലറി നോക്കിയിട്ട് വേണം ഒരു ബൈക്ക് വാങ്ങാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ മന്ത്ലി സാലറി വെച്ച് നിങ്ങളുടെ ബൈക്ക് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് നിൽക്കാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് എക്സാമ്പിൾ, ചെറിയ ചെറിയ ലോ പ്രൈസിങ് ആയിട്ടുള്ള ബൈക്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ, അതായത് ഹൈ എൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ബൈക്സ് ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ഡൗൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വണ്ടികൾ, സ്ഥലങ്ങൾ, ടെക്സ്, പ്ലേസസ് അതിനൊക്കെ പറ്റിയാണ് ഇടുന്നത്. നിങ്ങൾ അത് ചെക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പം നമുക്ക് വൈകാണ്ട് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മന്ത്ലി സാലറി 15,000 അടുത്താണ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് CB ഷൈൻ നോക്കാവുന്നതാണ്. ഇതിന് 123 cc അതുപോലെ തന്നെ 55 km റേഞ്ച് മൈലേജും കിട്ടും. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. 113 kg ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ഫ്യൂൽ കപ്പാസിറ്റി ഒരു 10 ലിറ്ററാണ്. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 791 mm ആണ്. ഈ ലിസ്റ്റിൽ രണ്ടാമത്തായിട്ട് വരുന്നതാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. ഇതിന് 97 cc 112 kg, ഫ്യൂൽ കപ്പാസിറ്റി ഓഫ് 9.8 ലിറ്റർ, മൈലേജ് അറൗണ്ട് 64 km, സീറ്റ് ഹൈറ്റ് 785 mm, ഡിസ്ക് ബ്രേക്ക് സിസ്റ്റവും അതുപോലെ 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമാണ് വരുന്നത്. മൂന്നാമത് ഈ ലിസ്റ്റിലേക്ക് വരുന്നത് ബജാജ് പ്ലാറ്റിനയാണ്. ഇതിന് ഏകദേശം 102 cc 117 kg, ഫ്യൂൽ കപ്പാസിറ്റി ഓഫ് 11 ലിറ്റേഴ്സ്, മൈലേജ് അറൗണ്ട് 75 km/h, സീറ്റ് ഹൈറ്റ് ഓഫ് 807 mm ആണ്. പിന്നെ 4 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഡ്രം ബ്രേക്ക് സിസ്റ്റം ഒക്കെയാണ് ഉള്ളത്. ഈ ബൈക്കിനൊക്കെ EMI ഏകദേശം 2,500 മാസം വരുന്നത്. ആൻഡ് രണ്ടാമത്തെ കാറ്റഗറിയാണ്, നിങ്ങൾക്ക് സാലറി അറൗണ്ട് 25,000 അടുത്താണെങ്കിൽ നിങ്ങൾക്ക് ബജാജ് NS 125 വാങ്ങാവുന്നതാണ്. ഇതിന് ഏകദേശം 130 cc എഞ്ചിനും അതുപോലെ മൈലേജ് അറൗണ്ട് 46 km, 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, 144 kg, ഫ്യൂവൽ കപ്പാസിറ്റി ഓഫ് 12 ലിറ്റേഴ്സ് ആൻഡ് സീറ്റ് ഹൈറ്റ് ഓഫ് 805 mm ആണ്. രണ്ടാമത്തെ ഈ ലിസ്റ്റിലുള്ള TVS റൈഡറാണ്. ഇത് ഏകദേശം 125 cc എഞ്ചിൻ, അതുപോലെ തന്നെ 56 km/ലിറ്റർ, അതുപോലെ തന്നെ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, 123 kg, 10 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി, 780 mm സീറ്റ് ഹൈറ്റ് ആണ് ഉള്ളത്. ഇതിനകത്ത് മൂന്നാമത്തായിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഏകദേശം 50,000 രൂപ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് ഹണ്ടർ നോക്കാവുന്നതാണ്. ഇതിന് ഏകദേശം 150 cc എഞ്ചിനും അതുപോലെ 36 km മൈലേജും, 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും, 181 kg, 13 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റിയും അതുപോലെ സീറ്റ് ഹൈറ്റ് ഓഫ് 790 mm നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ലിസ്റ്റിൽ രണ്ടാമത്തായിട്ട് വരുന്നതാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക്. ഇതിന് ഏകദേശം 350 cc എഞ്ചിനും മൈലേജ് 34 km, 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും, 195 kg, 13 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി ആൻഡ് 805 mm സീറ്റ് ഹൈറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഈ രണ്ട് വണ്ടികളുടെ EMI എന്ന് പറയുന്നത് ഏകദേശം 7,000 രൂപയാണ്. ഇനി ഇതിനകത്ത് അടുത്ത കാറ്റഗറിയാണ്, നിങ്ങൾക്ക് ഏകദേശം 60,000 രൂപ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് KTM 250 അഡ്വഞ്ചർ എടുക്കാവുന്നതാണ്. ഇതിന് ഏകദേശം 250 cc, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, പിന്നെ 195 kg, 14 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റി, സീറ്റ് ഹൈറ്റ് ഓഫ് 825 mm ആണൊക്കെ ഉള്ളത്. ഈ ലിസ്റ്റിൽ രണ്ടാമത്തായിട്ടുള്ളത് ട്രാൻസ്ഫീഡ് 400, ഏകദേശം 400 cc, മൈലേജ് അപ് ടു 30 km, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, 176 kg, കപ്പാസിറ്റി ഓഫ് 12 ലിറ്റർ, 13 ലിറ്ററാണ്, പിന്നെ 790 mm സീറ്റ് ഹൈറ്റിൻ്റെ. ഇനി അടുത്ത കാറ്റഗറിയാണ്, നിങ്ങൾക്ക് ഏകദേശം 75,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് ഹിമാലയ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് ഏകദേശം 114 cc എഞ്ചിൻ, അതുപോലെ തന്നെ മൈലേജ് 45 km കിട്ടും, 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഉള്ളത്. ഈ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നതാണ് BMW G3 110R. ഇതിനകത്ത് ഏകദേശം 313 cc എഞ്ചിനും, 30 km മൈലേജും, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും, 164 kg, 11 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റിയും, സീറ്റ് ഹൈറ്റ് 785 mm ആണ്. ആൻഡ് ഈ രണ്ട് ബൈക്കിൻ്റെ മന്ത്ലി EMI എന്ന് പറയുന്നത് ഏകദേശം 12,000 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഏകദേശം 1,00,000 രൂപയുടെ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ബൈക്കാണ് കവാസാക്കി നിഞ്ച. ഏകദേശം 300 cc എഞ്ചിനും, 25 km മൈലേജും, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും, അതുപോലെ തന്നെ 179 kg, ഫ്യൂൽ കപ്പാസിറ്റി ഓഫ് 17 ലിറ്റർ, സീറ്റ് ഹൈറ്റ് ഓഫ് 780 mm ആണ്. ഈ ബൈക്കിൻ്റെ EMI എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ് മാസം. ഈ ബൈക്ക് നമ്മൾ മൊത്തം ഫസ്റ്റ് ഹാൻഡ് ലോണിന് എടുക്കുന്നതാണ്. അത് വാങ്ങുന്ന 10:3:15 റൂളിലാണ്. അതായത് 10% ഡൗൺ പേയ്മെൻറ്റ്, 3 വർഷം കൊണ്ട് ലോൺ റീപേ ചെയ്യും. അതുപോലെ തന്നെ 15%, അത് EMI നിങ്ങളുടെ മന്ത്ലി സാലറി 15% അടയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ബൈക്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ മന്ത്ലി സാലറി വേണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.